സംസ്ഥാനത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ച് LDF പ്രകടന പത്രിക പുറത്തിറക്കി. മതനിരപേക്ഷ അഴിമതിരഹിത വികസിത കേരളം എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് പ്രകടന പത്രിക. സാമൂഹിക, കാർഷിക, വ്യാവസായിക മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം സാധ്യമാക്കുന്നതാണ് പ്രകടന പത്രികയെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. വേണം നമുക്കൊരു പുതു കേരളം, മതനിരപേക്ഷ അഴിമതിരഹിത വികസിത കേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് LDF ഉദ്ദേശിക്കുന്നത്. സുപ്രധാനമായ 35 കാര്യങ്ങളിൽ അടിസ്ഥാന മുദ്രാവാക്യങ്ങളാക്കി 600 നിർദ്ദേശങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ കുറഞ്ഞത് 1000 രൂപയാക്കും. തുടർന്നുള്ള ഓരോ വർഷങ്ങളിലും ഇതിൽ വർധനവ് വരുത്തും. തൊഴിൽ നഷ്ടമായ കള്ളുചെത്ത് തൊഴിലാളികൾ, ചാരായ തൊഴിലാളികൾ, ബാർ തൊഴിലാളികൾ എന്നിവർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കും. EMS പാർപ്പിട പദ്ധതിയും MN ലക്ഷം വീട് പദ്ധതിയും പുനരാവിഷ്കരിക്കും. പണിതീരാത്ത വീടുകളുടെ പണി പൂർത്തീകരിക്കും. കേരളത്തെ വിശപ്പില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റും. ആവശ്യമുള്ളവർക്കെല്ലാം ഒരു നേരത്തെ ഊണ് സൗജന്യമായി നൽകും. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കും. ഇതിനായി സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ മാതൃകയിൽ വിപുലമായ ജനകീയ ബോധവൽക്കരണ പ്രസ്ഥാനത്തിന് രൂപം നൽകും. പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കും. ഇതിനായി ജൈവ പച്ചക്കറി കൃഷിക്ക് ഊന്നൽ നൽകി ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കും. നെൽകൃഷി ഭൂമിയുടെ വിസ്തൃതി 3 ലക്ഷം ഹെക്ടറാക്കി ഉയർത്തും. എല്ലാ കാർഷികോൽപ്പന്നങ്ങൾക്കും ആദായകരമായ വില ഉറപ്പാക്കും. നെൽകൃഷിക്കാർക്കും പച്ചക്കറി കൃഷിക്കാർക്കും പലിശരഹിത വായ്പ ലഭ്യമാക്കും. കൃഷി സ്കൂൾ സിലബസിന്റെ ഭാഗമാക്കും. കർഷക തൊഴിലാളി മേഖലയിൽ നിശ്ചിത ദിവസം തൊഴിലും വരുമാനവും ഉറപ്പാക്കും. റബ്ബറിന്റെ റീപ്ലാന്റിംഗ് സബ്സിഡി ഹെക്ടറിന് 1 ലക്ഷം രൂപയായി ഉയർത്തും. ക്ഷീരകർഷകരുടെ രക്ഷയ്ക്കായി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കും. മത്സ്യത്തൊഴിലാളികളുടെ പട്ടയ വിതരണം സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും APL BPL വ്യത്യാസമില്ലാതെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുകയും ചെയ്യും. മത്സ്യത്തൊഴിലാളികളെ കടബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കാൻ കടാശ്വാസ നടപടികൾ പൂർത്തീകരിക്കും. കയർ, കശുവണ്ടി, കൈത്തറി, ഖാദി മേഖലകളുടെ പുനരുദ്ധാരണത്തിന് പ്രത്യേക പദ്ധതികൾ നടപ്പാക്കും. പൊതുമേഖലാ വ്യവസായങ്ങളെ മുഴുവൻ വീണ്ടും ലാഭത്തിലാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളും. വിവരവിനിമയ സാങ്കേതിക രംഗത്ത് 2 ലക്ഷം തൊഴിൽ ഉറപ്പാക്കും. ഇതിനായി 1 കോടി ചതുരശ്ര അടി ഓഫീസ് സ്പേസ് സൃഷ്ടിക്കും. കേരളത്തിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കും. പ്രമുഖ നഗരങ്ങളായ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ നഗരങ്ങളെ മെട്രോ സിറ്റിയാക്കി ഉയർത്താനുള്ള നടപടികൾ കൈക്കൊള്ളും. 2017 മുഴുവൻ വീടുകളിലും വൈദ്യുതി എത്തിക്കും. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തും. NH47ഉം NH17ഉം 4-വരിപ്പാതയുടെ നിലവാരത്തിൽ വീതി കൂട്ടി ശക്തിപ്പെടുത്തും. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സമഗ്രമായ പദ്ധതികൾ നടപ്പിലാക്കും. ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കും. വെള്ളം, വായു എന്നിവ മലിനപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സർക്കാർ ആശുപത്രികളുടെ വിപുലീകരണത്തിനും നവീകരണത്തിനും ആരോഗ്യനയത്തിൽ ഊന്നൽ നൽകും. പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തി വില നിയന്ത്രിക്കും. 5 വർഷത്തേക്ക് മാവേലി സ്റ്റോറുകളിലെ ഉൽപ്പന്നങ്ങളുടെ വില ഉയർത്തില്ല. മുന്നോക്ക സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് 10% സംവരണം ഏർപ്പെടുത്താൻ ശ്രമം നടത്തും. LDF അധികാരമേറ്റ ഉടൻ പ്രകടന പത്രികയിലെ പദ്ധതികൾ പ്രായോഗികമാക്കാൻ കലണ്ടർ തയ്യാറാക്കും. ഓരോ വർഷവും നടത്തിയ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത് പൊതുജനങ്ങളുമായി ചർച്ച ചെയ്ത് വരുത്തേണ്ട മാറ്റങ്ങൾ ഉൾപ്പെടുത്തുമെന്നും പ്രകടന പത്രിക വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDFന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയതോടെ പ്രചാരണം 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സ്ഥിതിയിലാണ് 140 മണ്ഡലങ്ങളും. UDFന്റെ പ്രകടന പത്രിക നാളെ പുറത്തിറങ്ങും. പൂഞ്ഞാറടക്കമുള്ള മണ്ഡലങ്ങളിലെ പ്രചാരണ സ്വഭാവം. പൂഞ്ഞാർ നിയമസഭാ മണ്ഡലം ആവേശത്തിലാണ്. PC ജോസഫാണ് LDF സ്ഥാനാർത്ഥി. UDF പോരാട്ടത്തിനിറക്കിയിരിക്കുന്നത് ജോർജ് കുട്ടി അഗസ്റ്റിയെ. ഒപ്പം PC ജോർജും ചേരുമ്പോൾ പ്രചാരണ ചൂട്. ഫലം എന്താകും? അത് മെയ് 19 കാത്തിരിക്കേണ്ടിയും വരും. 2011 15,704 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു UDF പക്ഷത്തായിരുന്ന PC ജോർജ് പൂഞ്ഞാറിൽ നിന്നും നിയമസഭയിലെത്തിയത്. എന്നാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡല പരിധിയിൽ UDF ലീഡ് 2761 വോട്ടുകളായി കുറഞ്ഞു. 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെത്തിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കലങ്ങിമറിഞ്ഞു. നിയമസഭാ മണ്ഡലത്തിന്റെ പേര് പൂഞ്ഞാർ എന്നാണെങ്കിലും ആസ്ഥാനം ഈരാറ്റുപേട്ടയാണ്. അടുത്തിടെ മാത്രം നഗരസഭയായ ഈരാറ്റുപേട്ട ഇടതു ഭരണത്തിലുമാണ്. 9 ഗ്രാമപഞ്ചായത്തുകളിൽ 5 UDFനൊപ്പവും 4 ഇടതുപക്ഷത്തിനൊപ്പവുമാണ്. 2011 ശേഷം പൂഞ്ഞാർ മണ്ഡലത്തെ നേരിട്ട് ബാധിക്കുന്ന ഒട്ടേറെ രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായി. PC ജോർജ് മുന്നണി വിട്ടതും മാണി ഗ്രൂപ്പിലെ ഒരു വിഭാഗം ഇടതുപാളയത്തിലെത്തിയതുമാണ് ഇവയിൽ പ്രധാനം. രണ്ടും UDF വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു. അനുകൂല സാഹചര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി മണ്ഡലം പിടിക്കുക എന്നതാണ് ഇടത് സ്ഥാനാർത്ഥി PC ജോസഫിന്റെ ലക്ഷ്യം. പ്രചാരണം ആദ്യഘട്ടം പിന്നിടുമ്പോൾ മേൽക്കൈ നടനാകുമെന്ന ആത്മവിശ്വാസം ഇടത് ക്യാമ്പിനുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് പൂഞ്ഞാർ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എന്നെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. അവരെ 2 കൈ നീട്ടി എന്നെ സ്വീകരിക്കുന്നു.
അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും വലിയ തോതിലുള്ള രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാവുകയും ഇപ്പോൾ ചതുഷ്കോണ മത്സരം എന്ന് പറയുന്നത് രണ്ട് മുന്നണി തമ്മിലുള്ള മത്സരമാവുകയും ചെയ്യും. UDF പൂഞ്ഞാറിലേത് അഭിമാന പോരാട്ടമാണ്. വിശേഷിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇവിടെ ജയിച്ചേ പറ്റൂ. തന്നെ വെല്ലുവിളിച്ചു പുറത്തുപോയ PC ജോർജിനെ നേരിടാൻ KM മാണി രംഗത്തിറക്കിയിരിക്കുന്നത് ജോർജ് കുട്ടി അഗസ്തിയെ. ഈ മണ്ഡലം ഇത്തവണയും UDF തന്നെയാണ്. കാരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകൻ പോലും മുന്നണി വിട്ടു പോയിട്ടില്ല. മുന്നണിയുടെ ഒപ്പം ശക്തമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ എണ്ണയിട്ട യന്ത്രം പോലെ ഓരോ പ്രവർത്തകരും ബൂത്ത് തലം മുതൽ നിയോജകമണ്ഡലം തലം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF വിട്ട PC ജോർജിന് LDFും സീറ്റ് നൽകാതിരുന്നതോടെ ചതുഷ്കോണ മത്സരത്തിനാണ് പൂഞ്ഞാറിൽ വേദിയൊരുങ്ങിയത്. ഇരു മുന്നണികളെയും വെല്ലുവിളിച്ച് പൂഞ്ഞാറിൽ ശക്തമായ മത്സരത്തിന് കളമൊരുക്കുകയാണ് PC ജോർജ്. ഇവിടെ വലിയ മത്സരമൊന്നും ഇല്ലെന്ന്. കാരണം നിങ്ങൾ ഈ നിയോജകമണ്ഡലത്തിലെ 161 ബൂത്തുകളും കയറിക്കോളും. ഒരു ബൂത്തിലും 70% കുറവ് വോട്ട് എനിക്കെന്ന് ആരും പറയില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ 161 ബൂത്തിലും 70% കൂടുതൽ വോട്ടുകൾ PC ജോർജിന് അനുകൂലമാണ്. ജനവികാരമാണ്. NDA മുന്നണിക്ക് വേണ്ടി BDJS ആണ് മത്സരരംഗത്തുള്ളത്. MR ഉല്ലാസിനെ NDA മത്സരരംഗത്തിറക്കിയിരിക്കുന്നു. സാമുദായികമായി പരിശോധിച്ചാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഏറെക്കുറെ തുല്യ വോട്ടർമാരുള്ള പ്രദേശമാണ് പൂഞ്ഞാർ. അതുകൊണ്ടുതന്നെ സാമുദായികമായ അടിയൊഴുക്കുകൾക്ക് പൂഞ്ഞാറിൻ്റെ വിധിയെ സ്വാധീനിക്കാനാകും. എങ്കിലും രാഷ്ട്രീയ ബലാബലമായിരിക്കും അന്തിമ ഫലം നിർണ്ണയിക്കുക. ദിവസങ്ങൾ ചെല്ലുന്തോറും പൂഞ്ഞാറിലെ പോരാട്ടവീര്യം കടുക്കുകയാണ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ സവിശേഷമായ പുതിയ സാഹചര്യത്തിൽ ഈ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന് LDF ഉറച്ചു പ്രതീക്ഷിക്കുന്നു. എന്നാൽ PC ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം സൃഷ്ടിച്ചേക്കാവുന്ന അനുരണനങ്ങളാവും തെരഞ്ഞെടുപ്പ് ഫലത്തെ അന്തിമമായി നിശ്ചയിക്കുക. കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള മത്സരത്തിന് പേരുകേട്ട മണ്ഡലം കടുത്തുരുത്തി. കടുത്തുരുത്തിയിലെ വിശേഷങ്ങളുമായി TP പ്രശാന്ത് ചേരും. കടുത്തുരുത്തി നിയമസഭാ മണ്ഡലം എന്നും കടുത്തുരുത്തി പേര് കേട്ടിട്ടുള്ളത് കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള മത്സരത്തിന്. കർഷകരുടെ പ്രശ്നങ്ങൾക്കൊപ്പം സോളാർ വിവാദവും മണ്ഡലത്തിൽ പ്രധാന ചർച്ചയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ജീർണതകൾ പൂർണ്ണമായ അർത്ഥത്തിൽ നോക്കിക്കണ്ട കടുത്തുരുത്തിയിലെ മത്സരം കേരളം ശ്രദ്ധയോടെ നോക്കുമ്പോൾ TP പ്രശാന്തിലേക്ക്. കർഷകരും കർഷക തൊഴിലാളികളും ഏറെയുള്ള മണ്ഡലമാണ് കടുത്തുരുത്തി. ഇവിടുത്തെ പ്രധാന ചർച്ച കാർഷിക മേഖലയുടെ പ്രതിസന്ധി തന്നെ. ചെറുകിടക്കാരായ റബ്ബർ കർഷകർ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ഇന്ന് ഇടത്തരക്കാരന്റെ അടിത്തറ ഒട്ടും ഭദ്രമല്ല. റബ്ബർ വിലയിടിവിനെ തുടർന്ന് വ്യാപാര കേന്ദ്രങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളുമൊക്കെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. കർഷകരെ പിണക്കിയുള്ള ഒരു കാര്യവും ഈ നാട്ടിൽ വിലപ്പോകില്ലെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും കടുത്തുരുത്തിക്ക് പ്രിയം കേരള കോൺഗ്രസുകാരെയാണ്. UDFിനായി സിറ്റിംഗ് MLA മോൻസ് ജോസഫാണ് മത്സരരംഗത്തിറങ്ങുന്നത്. LDFിനായി ജനവിധി തേടുന്നത് മുതിർന്ന കേരള കോൺഗ്രസ് നേതാവ് സ്കറിയ തോമസ് ആണ്. 1977-ലും 80-ലും കോട്ടയത്തു നിന്ന് പാർലമെന്റ് അംഗമായിരുന്ന സ്കറിയ തോമസിന് ഉറച്ച പിന്തുണ നൽകിയിരുന്ന മണ്ഡലമായിരുന്നു കടുത്തുരുത്തി. മണ്ഡലത്തിൽ കാലാകാലങ്ങളായി നിലനിർത്തുന്ന ഈ സുഹൃത്ത് ബന്ധങ്ങൾ വോട്ടെടുപ്പിൽ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കറിയ തോമസ്. LDFിൽ ഉണ്ടായിരുന്ന കാലത്ത് നടന്ന വികസനങ്ങളെ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലുള്ളൂ. ഈ UDF ഭരിക്കുമ്പോൾ ഈ നിയോജകമണ്ഡലത്തിൽ ഒരു വികസനവും നടന്നിട്ടില്ല. കഴിഞ്ഞ കാലത്തേക്കാളൊക്കെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റത്തെ ശുഭാപ്തി വിശ്വാസത്തോടും ഒരുമയോടും ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷ മുന്നണിയുടെ വിജയ സാധ്യതയുടെ ഏറ്റവും വലിയ കാരണം. കടുത്തുരുത്തി പോളിടെക്നിക്, ഞീഴൂർ IHRD കോളേജ്, മുളക്കുളത്തെ പുതിയ ITI, കുറുവിലങ്ങാട് കടുത്തുരുത്തി സിവിൽ സ്റ്റേഷനുകൾ, ഗതാഗത സൗകര്യങ്ങൾ തുടങ്ങി ഇടതു സർക്കാരിൻ്റെ കാലത്ത് കടുത്തുരുത്തിയിൽ കൊണ്ടുവന്ന വികസന പദ്ധതികളാണ് ഇന്ന് മണ്ഡലത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രങ്ങൾ. ഇടതിനൊപ്പം നിന്ന് MLAയും മന്ത്രിയുമൊക്കെ ആയ ശേഷം 2011-ൽ വലതുപക്ഷത്തേക്ക് കളം മാറ്റി ചവിട്ടിയ മോൻസ് ജോസഫിന് പുതുതായി ഒരു പദ്ധതിയും മണ്ഡലത്തിൽ കൊണ്ടുവരാനായില്ല. പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണത്തിന് മറുപടി പറയാൻ UDFിന് കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിലും വികസനത്തിന് വോട്ട് തേടി തന്നെയാണ് മോൻസ് ജോസഫിന്റെയും പ്രചാരണം. വികസന തുടർച്ചയ്ക്ക് വേണ്ടി ജനങ്ങളോട് വോട്ട് ചോദിച്ചുകൊണ്ടാണ് എല്ലാവരെയും നേരിൽ കാണുന്നത്. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി UDF വോട്ട് ചോദിക്കുമ്പോൾ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ അതോടൊപ്പം വികസന തുടർച്ചയ്ക്ക് വേണ്ടിയും വോട്ട് ചോദിക്കുകയാണ്. അഡ്വക്കേറ്റ് സ്റ്റീഫൻ ചാഴിക്കാടനാണ് NDA സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് സ്റ്റീഫൻ. കടുത്തുരുത്തി, മുളക്കുളം, ഞീഴൂർ, മാഞ്ഞൂർ, കുറുവിലങ്ങാട്, മരങ്ങാട്ടുപള്ളി, വെളിയന്നൂർ, കാണക്കാരി, കടപ്ലാമറ്റം, ഉഴവൂർ, കിടങ്ങൂർ എന്നീ പഞ്ചായത്തുകളാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലുള്ളത്. കടുത്തുരുത്തിയിലും വെളിയന്നൂരും ഇടതുഭരണമാണ്. 1/4 ലക്ഷത്തോളം വോട്ടുകൾക്കാണ് UDF ചേരിയിൽ നിന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് മണ്ഡലത്തിന്റെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വോട്ട് പരിശോധന കണക്കുകൾ പുറത്തു വരുമ്പോൾ കേവലം 12,000 വോട്ടുകളിലേക്ക് UDFിന്റെ ഭൂരിപക്ഷം ചുരുങ്ങി എന്നതാണ് യാഥാർത്ഥ്യം.
അതിനിടെ കേരള കോൺഗ്രസിനുള്ളിലെ ഉൾപ്പോര് UDFന് തലവേദനയായിട്ടുണ്ട്. സോളാർ വിവാദവും മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്. ചരിത്രത്തിലെ മികച്ച നേട്ടങ്ങളായി MLA അവതരിപ്പിക്കുന്ന വികസന നേട്ടങ്ങൾ VS സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ സൃഷ്ടിച്ച വികസന വിസ്മയങ്ങളുടെ തുടർച്ചയാണെന്ന യാഥാർത്ഥ്യമാണ് ഇടതുമുന്നണി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നത്. മുന്നണി ഏതായാലും കടുത്തിരുത്തിക്ക് പ്രിയം കേരള കോൺഗ്രസുകാരെയാണ്. ഇതാണ് ചരിത്രം. പക്ഷേ നെല്ലും റബ്ബറും പച്ചക്കറിയുമൊക്കെ വളരുന്ന ഈ നാട്ടിൽ കർഷകരെ പിണക്കിയുള്ള യാതൊരു കാര്യങ്ങളും വിലപ്പോകില്ല എന്നതാണ് യാഥാർത്ഥ്യം. കടുത്തുരുത്തിയെ പോലെ തന്നെ പ്രചരണ ചൂടിന്റെ ആവേശത്തിലാണ് ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലവും. അതിശക്തമായ മത്സരം ചെങ്ങന്നൂരിനെ ഇക്കുറി വ്യത്യസ്തമാക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസിന്റെ മുൻ MLA ശോഭന ജോർജ്, അതോടൊപ്പം കോൺഗ്രസിന്റെ യുവരക്തം PC വിശ്വനാഥും മണ്ഡലത്തിൽ. എടുത്തു പറയേണ്ട ഈ സാന്നിധ്യം BJPയുടെ PS ശ്രീധരൻപിള്ളയും ചേരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ KK രാമചന്ദ്രൻ നായർ വെല്ലുവിളി ഉയർത്തുമ്പോൾ ഏതൊക്കെ തരത്തിലായിരിക്കും ഈ മണ്ഡലം ചിന്തിക്കുക? ഷാജഹാനിലേക്ക്. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളിൽ UDF ആണ് ചെങ്ങന്നൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത്. ശോഭന ജോർജും പിന്നീട് PC വിശ്വനാഥും ഇവിടെ നിന്നും നിയമസഭയിലെത്തി. 91 മുതൽ 2011 വരെ തുടർച്ചയായി UDF ഭരിക്കുന്ന മണ്ഡലത്തിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. 2001 ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട CPIM നേതാവ് KK രാമചന്ദ്രൻ നായരാണ് ഇത്തവണ ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. SFI, DYFI, കർഷക സംഘം തുടങ്ങി വിവിധ സംഘടനകളുടെയാണ് രണ്ടാം തവണ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി രാമചന്ദ്രൻ നായർ മത്സരരംഗത്തെത്തിയിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ ഹാട്രിക് വിജയം കൈവരിച്ച മുൻ MLAയും KPCC സെക്രട്ടറിയുമായിരുന്ന ശോഭന ജോർജാണ് ഇത്തവണ മണ്ഡലത്തിലെ സിറ്റിംഗ് MLAയായ PC വിശ്വനാഥിന് ഭീഷണിയായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് കേരള രാഷ്ട്രീയം കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. UDF സ്ഥാനാർത്ഥിയായി ഇത്തവണയും മത്സരിക്കാൻ തയ്യാറെടുത്ത ശോഭന ജോർജിന് ഭീഷണിയായത് സിറ്റിംഗ് MLA PC വിശ്വനാഥ് ആയിരുന്നു. കോൺഗ്രസ് സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിലാണ് ശോഭന ജോർജ് മത്സരരംഗത്ത് സജീവമായിരിക്കുന്നത്. ചെങ്ങന്നൂർകാരനല്ലെങ്കിലും 2 തവണ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത PC വിശ്വനാഥിന് ഒട്ടനവധി എതിർപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും മത്സരരംഗത്തെത്തിയിരിക്കുന്നത്. ചെങ്ങന്നൂരിനെ പിന്നോക്കാവസ്ഥയിലേക്ക് തള്ളിയിട്ടത് PC വിശ്വനാഥാണെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പോലും പറയുന്നത്. കഴിഞ്ഞ 5 വർഷം ചെങ്ങന്നൂരിൻ്റെ സുവർണകാലമായിരുന്നുവെന്നാണ് PC വിശ്വനാഥ് MLAയുടെ വാദം. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശക്തനായ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ BJP രംഗത്തിറക്കിയിരിക്കുന്നത്. സംസ്ഥാന നേതാവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ചെങ്ങന്നൂർ വെൺമണി സ്വദേശി PS ശ്രീധരൻപിള്ളയാണ് ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും മറ്റ് സ്ഥാനാർത്ഥികൾക്കും ഭീഷണിയായി രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ PC വിശ്വനാഥ് വിജയിച്ചത് BJPയുടെ വോട്ടുകൾ കൊണ്ടാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വരെ സമ്മതിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തവണ വിജയപ്രതീക്ഷ പുലർത്തി BJP നേതാവ് PS ശ്രീധരൻപിള്ള തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. നായർ സമുദായത്തിനും ക്രിസ്തീയ സമുദായത്തിനും മുൻതൂക്കമുള്ള മണ്ഡലത്തിൽ ശക്തമായ മത്സരമായിരിക്കും ഇത്തവണ നടക്കുക. ചെങ്ങന്നൂരിലെ വോട്ടർമാർക്ക് സുപരിചിതരായ 4 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ വിജയപ്രതീക്ഷയുമായി മത്സരരംഗത്തുള്ളത്. ആര് ജയിക്കും ആര് പരാജയപ്പെടുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്കിലും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ചെങ്ങന്നൂരിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയസമ്പന്നനായ KK രാമചന്ദ്രൻ നായരെ ഇത്തവണ വിജയിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ചെങ്ങന്നൂരിന്റെ പ്രചാരണ രംഗം, അവിടെ കുടുംബസഹായ ഫണ്ട് വിതരണം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ കഴിഞ്ഞത് ഇപ്പോഴേ പറയുന്നു. നിത്യോപയോഗ സാധനങ്ങൾ വരുന്ന 5 വർഷവും ഒരേ വിലക്ക് നൽകും. നമ്മുടെ പാവപ്പെട്ടവർക്ക് അങ്ങേയറ്റം ആശ്വാസമാകുന്ന നടപടിയായിരിക്കും അത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് LDF വാഗ്ദത്തം ചെയ്യുന്നത്. ഒന്നും അപ്രായോഗികമായതല്ല. UDF ഗവൺമെന്റിൽ നിന്ന് വ്യക്തമായ അനുഭവമുള്ളവരെ ഇങ്ങനെ സാധിക്കുമോ എന്ന് ചിന്തിച്ചു പോകാം. പക്ഷേ നാം 5 വർഷം പുറകിലോട്ട് പോയാൽ മതി. ഈ നാട് എങ്ങനെയായിരുന്നു നമുക്ക് ഓർമ്മ വരും. അതിന്റെ വിപുലീകൃത രൂപമാണ് LDF ഇപ്പോ വാഗ്ദത്തം ചെയ്യുന്നത്. ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. നമ്മുടെ നാടിനെ പുതിയ രീതിയിലേക്ക് നയിക്കാനാവും. ഒട്ടേറെ പരിപാടികളാണ് LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. ഭരണം എങ്ങനെയാവും? സാധാരണ ജനങ്ങൾ
കേരളത്തിൻ്റെ ഭരണം പല തരത്തിൽ അനുഭവിച്ചവരാണ്. ഭരണപരമായ തീരുമാനം കിട്ടണമെങ്കിൽ പിഴയൊടുക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഇതിനെന്തെങ്കിലും മാറ്റമുണ്ടാവുമോ? അക്കാര്യത്തിൽ വിവിധ തലങ്ങളിലുള്ള അഴിമതി ഒഴിവാക്കാൻ പറ്റുമോ എന്നാണ് ശങ്കിക്കുക. നാട്ടുകാർക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, മന്ത്രിതലത്തിലുള്ള അഴിമതിയുടെ കാര്യം UDF സാർവത്രികമായതാണ്, ഏറെക്കുറെ എല്ലാവരെയും ബാധിച്ചതാണ്. എന്നാൽ അത്തരത്തിലൊരു പരാതി LDF-നെ കുറിച്ച് ഒരു കാലത്തും ഉയർന്നിട്ടില്ല എന്നതിൽ തന്നെ അതിൽ ശുഭപ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ അഴിമതി വിവിധ തലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ആ അഴിമതി നമ്മുടെ നാട്ടിൽ നിന്നേ നിഷ്കാസനം ചെയ്യണം. ഭരണരംഗം സുതാര്യമാകണം. ഏതെങ്കിലും ഒരു കടലാസിന്റെ മേലെ തീരുമാനമുണ്ടാകാൻ അതിൻ്റെ പിന്നിലൊരു കവർ കൊടുക്കുക എന്ന പരിപാടി ഉപേക്ഷിക്കാനാവണം. അതിനിപ്പോഴേ LDF പറഞ്ഞു വെച്ചു കഴിഞ്ഞു. ശക്തമായ ഗവേണൻസ് സമ്പ്രദായം നടപ്പിലാക്കുമെന്ന്. ഗവേണൻസ് സമ്പ്രദായത്തിലൂടെ അഴിമതി പൂർണ്ണമായി തുടച്ചു നീക്കിയ ചില പ്രദേശങ്ങളുണ്ട്. അവയെ തന്നെ നമുക്ക് മാതൃകയാക്കാൻ പറ്റും. അത്തരത്തിൽ ഗവേണൻസ് ശക്തമാക്കും. ഒരു കാര്യം, ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു ഗവൺമെന്റ് ഓഫീസിനെ സമീപിക്കുന്നു, ഏത് പ്രശ്നത്തെക്കുറിച്ചായാലും തീരുമാനമെടുക്കാൻ നിശ്ചയ ദിവസമുണ്ടാകും. ആ ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം. അതുപോലെ തന്നെ അത് നടപ്പിലാക്കേണ്ട ഘട്ടം, അതിനും നിശ്ചയ ദിവസം തീരുമാനിക്കും. ഇങ്ങനെ ഭരണത്തിൻ്റെ യഥാർത്ഥ സ്വാദ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഭരണ സമ്പ്രദായമാണ് LDF ഇവിടെ വാഗ്ദത്തം ചെയ്യുന്നത്. ഇതിനെല്ലാമുള്ള സമൂലമായ ഭരണപരിഷ്കാരം LDF ഗവൺമെന്റ് നടപ്പാക്കും. അതും ഈ പ്രകടന പത്രികയിൽ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ പ്രകടന പത്രികയിലൂടെ LDF ഇന്ന് അഴിമതിരഹിത വികസിത കേരളം എന്ന മുദ്രാവാക്യം മുൻനിർത്തി LDF പ്രകടന പത്രിക പുറത്തിറക്കി. പുതിയ കേരളത്തിൻ്റെ പുതിയ മുഖമായി LDF സർക്കാർ അധികാരത്തിൽ വരണമെന്ന് പിണറായി വിജയൻ പറയുകയുമുണ്ടായി അല്പസമയം മുമ്പ്. നാളെ UDF-ന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങും. നാളത്തെ വിശേഷങ്ങളുമായി വീണ്ടും ഇതേ സമയം.